Hi, how is life sailing? I hope all good in the hood. So let's continue our fourth quarantine online special class series on structural violence and the trans struggle for dignity. So, welcome back to the last episode of this chapter. I hope y'all have the textbook in your hands before you begin. I remind you to watch this video if you finished the previous video lectures for a better understanding of what is going to be taken now. So let's continue from page 62 in plural perspectives. If you turn to page number 62, you can read the next paragraph, the Supreme Court on April 15, 2014, silently. If you finish reading it silently, let's move on. What are citizenship rights? So you may be thinking why I'm dealing with this topic. I think at least some of you may not know what are citizenship rights. So I thought to discuss this topic in a detailed way. And here this word is repeated in the next two paragraphs. Who is a citizen as per Indian Constitution? Article 5 says that all the people that were resident in India at the commencement of the Constitution were citizens of India as well as people born in India. Indian Constitution അഞ്ചാമത്തെ ആർട്ടിക്കിൾ പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന വർഷമായ 1950 ജാനുവരി 26 ആ ഒരു പെർട്ടിക്കുലർ ഡേയും അതിന് ആ ഒരു ടൈമിൽ ഇന്ത്യയിൽ ജനിച്ച എല്ലാവരും തന്നെ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന എല്ലാവരും തന്നെ ഇന്ത്യൻ സിറ്റിസൺസായി അംഗീകരിച്ചിരുന്നു ആർട്ടിക്കിൾ 5 പ്രകാരം. They are the citizen of India by birth. So any person born in India on or after 26 January 1950 but prior to the commencement of the 1986 Act on 1st July 1987 is a citizen of India by birth. But there is a certain exception to it. 1987 July 1st ഒരു പുതിയൊരു ആക്ട് വന്നു, ഒരു പുതിയ സിറ്റിസൺഷിപ്പ് ആക്ട് വന്നു. ആ ആക്ട് വരുന്നതിന് മുൻപ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന ടൈം ജാനുവരി 26 1950 ഇന്ത്യയിൽ ജനിച്ച എല്ലാവരും തന്നെ 1987 വരെ ജനിച്ച എല്ലാവരും അവിടെ ജീവിച്ചിരുന്ന എല്ലാവരും തന്നെ ഇന്ത്യൻ സിറ്റിസൺസായിട്ട് ബൈ ബർത്ത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അവർക്ക് കിട്ടിയിരുന്നു. A person born in India on or after 1st July 1987 but before 3rd December 2004 is a citizen of India if one of the parents was a citizen of India at the time of the birth. But there was an exception to it. 1987 July 1st പുതിയൊരു ആക്ട് വരുന്നതോടുകൂടി അതിലെന്താണ് പറഞ്ഞത്, 1987 July 1st മുതൽ അതിനുശേഷം ഇന്ത്യയിൽ ജനിച്ച ആളുകൾ, അതായത് 2004 ഡിസംബർ 3 വരെ ഉള്ള ആ ടൈമിൽ ഇന്ത്യയിൽ ജനിച്ച എല്ലാവരും ഇന്ത്യൻ സിറ്റിസൺ ആകണമെന്നില്ല. അവർ ഇന്ത്യൻ സിറ്റിസൺ ആകണമെങ്കിൽ അവരുടെ പാരൻസിൽ ഒരാൾ, അവരുടെ ഫാദറോ അവരുടെ മദറോ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. കുട്ടി ജനിക്കുന്ന സമയത്ത് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. എന്നാൽ മാത്രമേ ആ കുട്ടി ഇന്ത്യൻ സിറ്റിസൺ ആവുകയുള്ളൂ. ഇതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ സിറ്റിസണിനെ പറ്റിയിട്ട് പറയുന്നത്. A citizen of a state enjoys all civil and political rights. A non-citizen, on the other hand, does not enjoy these rights.
So being a citizen of India, you are entitled certain rights by our Indian constitution. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നത്. ഒരു ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്തൊരു വ്യക്തിക്ക് ഈ പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റുകയില്ല. മോഡ്സ് ഓഫ് അക്വിസിഷൻ ഓഫ് സിറ്റിസൺഷിപ്പ്. ഇന്ത്യയിൽ നിങ്ങൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടണമെങ്കിൽ 5 മെത്തേഡ്സ് ഉണ്ട്, 5 മോഡ്സ് ഓഫ് അക്വിസിഷൻ ഓഫ് സിറ്റിസൺഷിപ്പ് ഉണ്ടെന്ന് പറയാം. അതിനൊന്നാമത്തത് ബൈ ബർത്ത്. ബൈ ബർത്ത് എന്ന് പറയുമ്പം നിങ്ങൾ ജനനം കൊണ്ട് നിങ്ങൾ ജനിച്ചത് ഇന്ത്യയിലാണെങ്കിൽ ഓക്കെ യു വിൽ ബിക്കം ദ സിറ്റിസൺ ഓഫ് ഇന്ത്യ. And this grant of citizenship under this clause by birth is subject to changes according to amendments in place at that time. ഇത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഓരോ അമെൻമെൻറ്റ്സ് അനുസരിച്ചിട്ട് ബൈ ബർത്ത് നിങ്ങൾ സിറ്റിസൺഷിപ്പ് കിട്ടുമോ ഇല്ലയോ എന്ന കാര്യത്തിലും മാറ്റം വരുന്നതായിരിക്കും. ബൈ രജിസ്ട്രേഷൻ ആൻഡ് ദ സെക്കൻഡ് മെത്തേഡ് ഇസ് ബൈ രജിസ്ട്രേഷൻ. അതായത് നിങ്ങൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടണമെങ്കിൽ രജിസ്ട്രേഷൻ മെത്തേഡിലൂടെയും സിറ്റിസൺഷിപ്പ് നേടിയെടുക്കാം. അന്നേരം അത് ആർക്കൊക്കെയാണ് അങ്ങനത്തെ സിറ്റിസൺഷിപ്പിൻ്റെ ആവശ്യം? If there is a person who has been married to an Indian citizen for a period of at least 7 years, that person is entitled on application to be registered as a citizen of India. Or if there is any adopted child whose foster parents are from India, then that child can be registered as an Indian citizen. Or a person of Indian origin who has been resident of India for 7 years. That person also can register for citizenship rights. അതായത് ഇപ്പം ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിലെ ഏതെങ്കിലും ഒരു ലേഡീനെ ഒരു ഇന്ത്യൻ സിറ്റിസൺ പോയിട്ട് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അവർ കല്യാണം കഴിഞ്ഞൊരു 7 years കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി, ഒരു ഫോസ്റ്റർ ചൈൽഡ്, ഏതെങ്കിലും ഒരു അഡോപ്റ്റഡ് ചൈൽഡ്, ഏതെങ്കിലും കുട്ടീനെ ദത്തെടുത്തിട്ട് ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാരാണ് ദത്തെടുക്കുന്നതെങ്കിൽ ആ ഫോസ്റ്റർ പാരൻസ് ഇന്ത്യൻ സിറ്റിസൺസ് ആണെങ്കിൽ ആ കുട്ടിക്കും രജിസ്ട്രേഷന് വഴി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടിയെടുക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിനോട് കൂടിയ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രീസിലാണ് ഒരുപാട് കാലം താമസിച്ച് പിന്നെ ഇവർക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു, പിന്നെ ഒരു 7 years ഇന്ത്യയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് തേർഡ് മോഡ് ഇസ് ബൈ ഡീസൻ. By descent എന്ന് പറയുമ്പം സിമിലർ ടു സിറ്റിസൺഷിപ്പ് ബൈ ഡീസൻ ദിസ് പ്രൊവിഷൻ ഓൾസോ വാസ് സബ്ജക്റ്റഡ് ടു ചേഞ്ചസ് ഫ്രം ടൈം ടു ടൈം. ഈ തേർഡ് മോഡും ഒരുപാട് സമയം മാറുന്നതിനനുസരിച്ച് ഓരോന്നും മാറുന്നുണ്ട്. ബൈ ഡീസൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഏതെങ്കിലും ഒരു വ്യക്തി, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്തോ അതിനുശേഷമോ ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ആൾ, അതായത് 1950 മുമ്പോ ശേഷമോ ജനിച്ച ഒരു വ്യക്തി, അവരുടെ ഫാദർ, അവരുടെ അച്ഛൻ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ, അവരുടെ ഫാദർ ബൈ ബർത്ത് ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ അവർക്ക് പാരമ്പര്യമായിട്ട് ബൈ ഡീസൻ്റായിട്ട് അവർക്ക് സിറ്റിസൺഷിപ്പ് എക്വയർ ചെയ്യാവുന്നതാണ്. ആൻഡ് ദ ഫോർത്ത് മോഡ് ഈസ് ബൈ നാച്ചുറലൈസേഷൻ. നാച്ചുറലൈസേഷൻ എന്ന് പറഞ്ഞാൽ അഡ്മിറ്റൻസ് ഓഫ് എ ഫോറിനർ ടു ദ സിറ്റിസൺഷിപ്പ് ഓഫ് എ നേഷൻ if he or she is ordinarily resident of 12 years. ഓക്കെ, ഏതെങ്കിലും ഒരു ഫോറിനർ, അതായത് ഇപ്പം ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിൽ ജീവിക്കുന്ന ഒരാൾ, ഇപ്പോൾ അമേരിക്കയിലോ ബ്രിട്ടനിലോ കാനഡയിലോ അവിടെയൊക്കെ താമസിക്കുന്ന ഒരു ഫോറിനർ, ഒരു വിദേശി, അവർ ഇന്ത്യൻ പൗരത്വം നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഇന്ത്യയിൽ വന്ന് ഒരു 12 വർഷങ്ങളോളം ഇന്ത്യയിൽ കണ്ടിന്യൂസ് ആയിട്ട് താമസിക്കുന്നുണ്ടെങ്കിൽ, അവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സിറ്റിസൺഷിപ്പ് നാച്ചുറലൈസ്ഡ് ആയിട്ട് അങ്ങനെ അവർ ഇന്ത്യൻ സിറ്റിസണായി മാറുന്നു എന്നാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിലെ ഫോർത്ത് മോഡ്. ഇതാണ് നാച്ചുറലൈസേഷൻ.
And the fifth method is incorporation of territory. So what is meant by the fifth mode of acquisition? That is by incorporation of territory. That is, if any new territory becomes a part of government of India, shall specifies a person who among the people of the territory shall be the citizen of India, and such persons become the citizen of India from the notified date. ഇപ്പം ഏതെങ്കിലും ഒരു പുതിയൊരു ടെറിട്ടറി, ഏതെങ്കിലും ഒരു പുതിയൊരു സ്ഥലം ഇന്ത്യയുടെ ഭാഗമായി മാറുകയാണെങ്കിൽ, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി മാറുകയാണെങ്കിൽ, ആ ഒരു പെർട്ടിക്കുലർ സ്ഥലം ഇന്ത്യയുടെ ഭാഗമായി പുതുതായിട്ട് ജോയിൻ ചെയ്താലും ഇന്ത്യൻ ഗവൺമെൻറ് അതിനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലുള്ള ആൾക്കാർ എല്ലാവരും തന്നെ ഇന്ത്യൻ സിറ്റിസൺസായിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഡേ മുതൽ, ആ നോട്ടിഫൈഡ് ഡേ മുതൽ ആ സ്ഥലത്തുള്ള എല്ലാവരും തന്നെ ഇന്ത്യൻ സിറ്റിസൺസായി മാറും. അതാണ് ഫിഫ്ത്ത് മോഡ് ഓഫ് acquisition of citizenship, that is by incorporation of territory. And so you have certain rights granted by your constitution because you are the citizen of that particular nation. And here the Indian Constitution entitles us 6 fundamental rights. So let's see. Right to equality as per Articles 14 to 18. Right to freedom, Articles 19 to 22. Right against exploitation, Articles 23 to 24. Right to freedom of religion, Articles 25 to 28. Cultural and educational rights, Articles 29 and 30. Right to constitutional remedies, Articles 32 to 35. So I am not discussing these fundamental rights in detail because I hope y'all are very well versed in these fundamental rights. So there is one more right. This can be regarded as the 7th fundamental right granted by the Constitution of India as per Article 21A, that is right to privacy. It is the newest right assured by the Supreme Court of India. It assures the people's data and personal security, that is, it protects the life and liberty of the citizens. Among these fundamental rights, certain rights are meant only for the Indian citizens. അങ്ങനെ പറയുമ്പം ഇന്ത്യയിൽ ഇപ്പം ഇന്ത്യൻ സിറ്റിസൺസ് അല്ലാത്ത ആൾക്കാരും ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ടാവും. അന്നേരം അതായത് പല മെത്തേഡ്സിൽ കൂടിയാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടാമെന്ന് പറഞ്ഞല്ലോ. അന്നേരം ഇന്ത്യൻ സിറ്റിസൺസ് അല്ലാത്ത ആൾക്കാരും ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ടാവും. പക്ഷെ എന്നാലും ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമായിട്ടുള്ള ചില ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. അത് ഇന്ത്യയിൽ എല്ലാവർക്കൊന്നും, അന്നേരം സിറ്റിസൺസ് അല്ലാത്തവർക്കൊന്നും അത് കിട്ടില്ല. അതേതൊക്കെയാണ്? റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് റിലിജൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത് ആസ് പെർ ആർട്ടിക്കിൾ 15. And Article 16, right to equality of opportunity in matters of public employment. Freedom of speech and expression, assembly, association, movement, residence and profession as per Article 19. Cultural and educational rights, Article 29 and 30. Right, and one more right, which is right to vote and become members of the union and state legislatures. എലക്ഷന് നിങ്ങൾക്ക് വോട്ട് ചെയ്യണമെങ്കിൽ യൂണിയൻ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിൽ മത്സരിച്ച് ജയിച്ച് MP-യോ MLA-യോ ഒക്കെ ആകണമെങ്കിൽ നിങ്ങൾ ആദ്യം ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത ഒരാൾക്കും അതൊന്നും കിട്ടില്ല. So let's see there are the rights which are applicable to non-Indian citizens. That is Article 14, which is one of the fundamental rights, equality before the law and equal protection of the law within the territory of India, Article 14. Article 21,
which speaks about the protection of life or personal liberty. These two articles are applicable even to the non-Indian citizens. So when you speak of citizenship rights, it includes all the rights, civil or political rights, which is given to the citizens of India because they are the citizens of India. It does not include Article 14 and Article 21. So let's move on to the chapter. Turn to page number 62 and 63. So in page 62, you have seen certain words like gamete and PDS, public distribution system. Okay, and the paragraph begins with this line: the Supreme Court on April 15, 2014 ruled that trans people could change the legal gender markers without surgery or hormonal interventions. 2014 April 15th സുപ്രീം കോടതി ഒരു പുതിയ വേർഡിക്റ്റ് കൊണ്ടുവന്നു, ഒരു പുതിയ വിധി കൊണ്ടുവന്നു. ആ വിധി പ്രകാരം ഇന്ത്യയിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിന് യാതൊരു തരത്തിലുള്ള സർജറിയും കൂടാതെ ഒരു തരത്തിലുള്ള ഹോർമോണൽ ഇൻ്റർവെൻഷൻസും കൂടാതെ അവർക്ക് നിയമപരമായിട്ട് അവരുടെ ജെൻഡർ മാർക്കേഴ്സ് ലീഗൽ ഡോക്യുമെൻറ്റ്സിലൊക്കെയുള്ള അവരുടെ ജെൻഡർ മാറ്റാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞുള്ള ഒരു റൂളാണ് സുപ്രീം കോടതി ഏപ്രിൽ 15, 2014 കൊണ്ടുവന്നത്. ആൻഡ് ദിസ് വാസ് വൈഡ്ലി സെലിബ്രേറ്റഡ് ആസ് എ പ്രോഗ്രസീവ് ജഡ്ജ്മെൻറ്റ്. But there has been no implementation of the judgment, and the trans people are still routinely being denied the right to change the legal gender on identity documents without fulfilling some arbitrary criteria or surgical interventions. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതൊരു പ്രോഗ്രസീവ് ജഡ്ജ്മെൻ്റ് ആയിട്ട് കാലത്തുള്ള സൊസൈറ്റി കണ്ടിരുന്നുവെങ്കിൽ പോലും ഈ ജഡ്ജ്മെൻറ്റ് നിയമത്തിൽ മാത്രമായി ഒതുങ്ങി ഈ ഒരു ജഡ്ജ്മെൻ്റായി മാത്രം നിന്നു. അത് പ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ അവിടെ നടന്നില്ല. അതുകൊണ്ടാണ് ട്രാൻസ് പീപ്പിളിന് ഇന്നും അവരുടെ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സിൽ അവരുടെ ലീഗൽ ജെൻഡർ മാറ്റുന്നതിൽ ഇന്നും പല തടസ്സങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടതായി വരുന്നത്. ഇന്നും അവർക്ക് സർജറിയൊക്കെ നടത്തേണ്ട ആവശ്യമായി വരുന്നു. എന്നാൽ മാത്രമേ അവർക്ക് ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സിൽ അവരുടെ ലീഗൽ ജെൻഡർ മാറ്റാൻ പറ്റുന്നുള്ളൂ. When persons are denied basic identity documents that match who they are, what is in fact denied to them is a whole gamut of citizenship rights. ഒരു വ്യക്തിക്ക് അവർ ആരാണ് എന്ന് കാണിക്കുന്ന അവരുടെ ലീഗലായിട്ടുള്ള ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ്, അവരുടെ ലീഗലായിട്ടുള്ള ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സിൽ അവരുടെ തിരിച്ചറിയൽ രേഖകളിൽ ഒക്കെ അവർ ആരാണെന്ന് കാണിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നത് തന്നെ അവരുടെ സിറ്റിസൺഷിപ്പ് റൈറ്റ്സിൻ്റെ ഹോൾ ഗാമറ്റ്, സിറ്റിസൺഷിപ്പ് റൈറ്റ്സിൻ്റെ ഹോൾ സീരീസ് തന്നെ ഡിനൈ ചെയ്യുന്നതിന് തുല്യമാണ്. Without documents that reflect who you are, everything from accessing the public distribution system or the educational system to get employment becomes tedious if not impossible. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ട തെളിവ് കാണിക്കാൻ ആവശ്യമായ ലീഗൽ ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ, അതായത് ആവശ്യമുള്ള തിരിച്ചറിയൽ രേഖകൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മുതൽ എഡ്യൂക്കേഷണൽ സിസ്റ്റം മുതൽ നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വരെ ഭയങ്കര ടെഡിയസ് ആയിട്ട് മാറും. അത് വളരെ ടയേഴ്സം ടാസ്ക് ആയിട്ട് മാറും. ചില സമയം അത് ഇമ്പോസിബിൾ തന്നെയായി മാറും. നിങ്ങൾക്ക് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് ഒരു ആനുകൂല്യം കിട്ടില്ല, എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ നിന്നൊന്നും കിട്ടില്ല, എംപ്ലോയ്മെൻറ്റിനും തടസ്സങ്ങൾ കുറേ വരും. ബിക്കോസ് നിങ്ങൾക്ക് കാണിക്കാൻ നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ജെൻഡർ എന്താണ്, അത് കാണിക്കാൻ വേണ്ട ലീഗൽ ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ, ഈ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതിനൊരുപാട് തടസ്സമുണ്ട്. നിങ്ങൾ ഇപ്പോഴും പല സർജിക്കൽ ഇൻ്റർവെൻഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ
നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് കിട്ടുന്നുള്ളൂ ഇൻ സ്പൈറ്റ് ഓഫ് ദ സുപ്രീം കോർട്ട്സ് വേർഡിക്റ്റ് ഓഫ് 2014. Unemployment, even among the few trans people who have access to formal education, is often due to the fact that gender markers on school pass certificates and educational degrees cannot be changed. അന്നേരം ട്രാൻസ്ജെൻഡേഴ്സിനിടയിൽ പല ആൾക്കാർക്കും തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് അവരിങ്ങനെ സെക്സ് വർക്കേഴ്സായിട്ടും പ്രോസ്റ്റിറ്റ്യൂട്ട്സായിട്ടും അങ്ങനത്തെ ബെഗിങ് ഇതുപോലത്തെ ജോലിയിലും മാത്രമായി ഏർപ്പെടുന്നത്. അന്നേരം അവർക്ക് മറ്റുള്ള ജോലി കിട്ടാത്തതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഫോർമൽ എഡ്യൂക്കേഷൻ ഇല്ലയെന്ന് പറഞ്ഞു. ഫോർമൽ എഡ്യൂക്കേഷൻ കിട്ടണമെങ്കിൽ ഡോക്യുമെൻ്റ് വേണം. ഡോക്യുമെൻ്റ് പ്രൊവൈഡ് ചെയ്യാൻ അവരുടെ കയ്യിലില്ല. അഥവാ അവർക്ക് ഫോർമൽ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് അവരും ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ സ്കൂൾ പാസ് സർട്ടിഫിക്കറ്റ്സ്, അവരുടെ SLC ബുക്കിലും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഡിഗ്രീസ് അതിലൊക്കെയുള്ള ജെൻഡർ മാർക്കേഴ്സ് അവർക്ക് മാറ്റാൻ പറ്റില്ല. അതിലൊന്നെങ്കിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ഇങ്ങനെ ഉണ്ടാവുക. അത് മാറ്റിയിട്ട് ട്രാൻസ്ജെൻഡറിന് മാറ്റാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും ജോലി കിട്ടുന്നില്ല. The violence is enacted by the very act of erasure of the selfhood and allied citizenship rights of the trans people. അങ്ങനെ അവരുടെ സെൽഫ്ഹുഡിൻ്റെ തന്നെ ഇറേഷർ മീൻസ് എന്താണ്? ഇറേസ് ചെയ്യുക. അവരുടെ സെൽഫ്ഹുഡ്, അവരുടെ സ്വത്വം തന്നെയാണ് അവിടെ മായ്ച്ചു കളയുന്നത്. അങ്ങനെ അവർക്ക് കിട്ടേണ്ട സിറ്റിസൺഷിപ്പ് റൈറ്റ്സ് ഉണ്ട്. ഇന്ത്യൻ പൗരന്മാരെന്ന നിലയിൽ അവർക്ക് കിട്ടേണ്ട പല സിറ്റിസൺഷിപ്പ് റൈറ്റ്സും ഇതോടുകൂടി തന്നെ അവർക്ക് കിട്ടാനുള്ള ആകെ ഉണ്ടായിരുന്ന സ്കോപ്പും കൂടി ഇല്ലാതായി. കാരണം എന്താ? അവരുടെ ജെൻഡർ കാണിക്കാൻ വേണ്ട സർട്ടിഫിക്കറ്റ് പോലും ഡോക്യുമെൻറ്റ്സ് പോലും അവരുടെ കയ്യിലില്ല. Many would ask, but why do you want to be eligible to the state to enact its suppressive governmentality on? പല ആൾക്കാരും നിങ്ങളോട് ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഈ സ്റ്റേറ്റിന് ഒപ്രസീവ് ഗവൺമെൻറ്റാലിറ്റി ഇനാക്ട് ചെയ്യാൻ വേണ്ടി എലിജിബിൾ ആക്കുന്നതെന്ന്. Such a question comes from a position of immense privilege of citizenship rights and fails to understand the relationship of subaltern communities and the state. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് വരുന്നത്? പല ആൾക്കാരും സബാൾട്ടൻ കമ്മ്യൂണിറ്റീസിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും മനസ്സിലാക്കുന്നില്ല. അവർക്ക് ഈ മനസ്സിലാക്കാത്തവർക്ക് സിറ്റിസൺഷിപ്പ് റൈറ്റ്സൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർ മറ്റുള്ളവരുടെ പ്രോബ്ലം ഒന്നും മനസ്സിലാക്കുന്നില്ല. There is no doubt that all subaltern communities bear the brunt of brutal state violence. അങ്ങനെ നോക്കുമ്പോൾ ബ്രൂട്ടൽ സ്റ്റേറ്റ് വയലൻസ്, ഒരു രാജ്യത്തിൻ്റെ ബ്രൂട്ടലായിട്ടുള്ള സ്റ്റേറ്റ് വയലൻസിൻ്റെ ബ്രണ്ട് അനുഭവിക്കുന്നത് ആ രാജ്യത്തിലെ എല്ലാ സബാൾട്ടൻ കമ്മ്യൂണിറ്റീസും ആ സ്റ്റേറ്റ് വയലൻസ് അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആരാണ് ഈ സബാൾട്ടൻ കമ്മ്യൂണിറ്റീസിലെ ആൾക്കാർ? സൊസൈറ്റിയിലെ ലോവർ ക്ലാസ്സിലെ ആൾക്കാർ. ഓക്കെ, സൊസൈറ്റിയിലെ ലോവർ സെക്ഷനിൽ വരുന്ന ലോവർ ക്ലാസ്സിൽ വരുന്ന ആൾക്കാർ, അവരാണ് സബാൾട്ടൻ കമ്മ്യൂണിറ്റീസിൽ ഉണ്ടാവുക. അവരെപ്പം നോക്കിയാലും സൊസൈറ്റിയിൽ മാർജിനലൈസ്ഡ് ആയിരിക്കും. മാർജിനലൈസ്ഡ് എന്ന് പറഞ്ഞാൽ അവരെപ്പം നോക്കിയാലും മാർജിനിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാരായിരിക്കും. സൊസൈറ്റീൻ്റെ മെയിൻ സ്ട്രീമിൽ അവർ വരാനുള്ള സ്കോപ്പ് വളരെ കുറവാണ്. അവരെപ്പോഴും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ സബാൾട്ടൻ കമ്മ്യൂണിറ്റീസിൽ പലപ്പോഴും അവർക്ക് പല റൈറ്റ്സും ഡിനൈഡ് ആണ്. അന്നേരം ഈ സബാൾട്ടൻ കമ്മ്യൂണിറ്റീസിൽ വരുന്ന ഒരു കൂട്ടം ആൾക്കാർ തന്നെയാണ് നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സും. But most subaltern communities often work towards accessing full citizenship rights under an imagined welfare state with its attendant protections and benefits. ഇപ്പം പല സബാൾട്ടൻ കമ്മ്യൂണിറ്റീസും അവരുടെ സിറ്റിസൺഷിപ്പ് റൈറ്റ്സ് നേടിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊരു ഇമാജിൻ വെൽഫെയർ സ്റ്റേറ്റൊക്കെ ഇമാജിൻ ചെയ്ത് അതിന് പല ബെനിഫിറ്റ്സും അറ്റൻഡൻറ്റ് പ്രൊട്ടക്ഷൻസിനൊക്കെ ആയിട്ട് ഇമാജിൻ ചെയ്ത് അത് നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പല സബാൾട്ടൻ കമ്മ്യൂണിറ്റീസും. സോ ഇവിടെയുള്ള ചില വേർഡ്സ് ഗാമറ്റ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. If you don't know the meaning of this gamete and public distribution system, just go through this. I have included a small glossary here. Gamete, a series of related changes, ഒരു കൂട്ടം മാറ്റങ്ങൾ, അതാണ് gamete. Public distribution system, which is often abbreviated as PDS, a government sponsored
chain of shops entrusted with the work of distributing basic food, which includes wheat, rice, kerosene, sugar, etc., and non-food commodities to the needy sections of the society at a very cheap price. അതായത് ചെറിയ പൈസയ്ക്ക് സൊസൈറ്റിയിലെ വളരെ നീഡി സെക്ഷനിലെ ആൾക്കാർക്ക് ഗവൺമെൻറ് സ്പോൺസേർഡ് ചെയിൻ ഓഫ് ഷോപ്സ് വഴി അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് PDS, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ റേഷൻ പീഡിയ, റേഷൻ ഷോപ്സ്. സോ ഈ പാരഗ്രാഫിൽ നിങ്ങൾ സുപ്രീം കോടതിൻ്റെ വിധിനെ പറ്റിയിട്ട് കേട്ടിരുന്നു. സോ ലെറ്റ്സ് എക്സാമിൻ സം ന്യൂസ് റിപ്പോർട്ട്സ് അബൌട്ട് ദ സുപ്രീം കോർട്ട്സ് വേർഡിക്റ്റ് ഓൺ April 15, 2014. ഇത് ടെക്സ്റ്റിൽ ഇല്ലാത്ത ഭാഗമാണ്. നിങ്ങളുടെ ഫർദർ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ പോർഷൻ ഡീറ്റെയിൽ ആയിട്ട് കേട്ടിട്ട് പോകാം. ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഡിപ്പെൻഡ്സ് അപ്പോൺ യു. This news report is from The Hindu. Supreme Court recognizes transgenders as third gender. This is from BBC. India Court recognizes transgender people as third gender. This is from Times of India. Supreme Court recognizes transgenders as third gender. And now The Hindu newspaper ആ ഒരു പെർട്ടിക്കുലർ ഡേ വന്ന വാർത്ത 2014 April 15 സുപ്രീം കോടതി വേർഡിക്റ്റുമായി ബന്ധപ്പെട്ട് അന്ന് 2014 ദ ഹിന്ദുവിൽ വന്ന വാർത്തയിലെ കുറച്ച് ഭാഗങ്ങളാണ് ഞാനിവിടെ അണ്ടർലൈൻ ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. Transgenders are also citizens of India. The spirit of the Constitution is to provide equal opportunity to every citizen to grow and attain their potential irrespective of caste, religion or gender. Transgendersum Indian citizen ആണ്, അവരും ഇന്ത്യൻ പൗരന്മാരാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉത്തരവാദിത്തമാണ് ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാർക്കും തുല്യ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അതുകൂടാതെ അവർക്ക് ഗ്രോ ചെയ്യാനും അവരുടെ ട്രൂ പൊട്ടൻഷ്യൽ അറ്റൈൻ ചെയ്യാൻ വേണ്ട എല്ലാ ഓപ്പർച്യൂണിറ്റി, ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉത്തരവാദിത്തമാണ്. അവിടെ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും കാണിക്കാൻ പാടില്ല. കാസ്റ്റിൻ്റെയോ റിലിജൻ്റെയോ ജെൻഡറിൻ്റെയോ പേരിൽ ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അന്നത്തെ സുപ്രീം കോടതിയിൽ ഈ ഒരു വേർഡിക്റ്റ് പാസ്സാവുന്ന സമയത്ത് ആ ബെഞ്ച് പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. By virtue of this verdict, all identity documents including a birth certificate, passport, ration card, driving license would recognize the third gender. ഈ ഒരു വിധി പ്രകാരം എല്ലാ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ്, എല്ലാ തിരിച്ചറിയൽ രേഖകൾ, അതായത് ജനന സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, റേഷൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഈ പറയുന്ന എല്ലാ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സും ആരെയും കൂടി തിരിച്ചറിയുന്നുണ്ട്? തേർഡ് ജെൻഡർ, അതായത് ട്രാൻസ്ജെൻഡേഴ്സിനെയും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. The Supreme Court said they will be given educational and employment reservation as OBCs. OBCസിൽ ആൾക്കാർക്ക് റിസർവേഷൻ കൊടുക്കുന്നത് പോലെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും എംപ്ലോയ്മെൻറ്റിലും ട്രാൻസ്ജെൻഡേഴ്സിനും റിസർവേഷൻ കൊടുക്കുമെന്ന് സുപ്രീം കോടതി 2014 പറഞ്ഞിരുന്നു. അതുകൂടാതെ അവർ പറഞ്ഞ വേറൊരു കാര്യം, പല സോഷ്യൽ വെൽഫെയർ സ്കീംസ് കൊണ്ടുവരും, പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻ കൊണ്ടുവന്ന്
സോഷ്യൽ സ്റ്റിഗ്മ തന്നെ ഇറേസ് ചെയ്യും. അങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സിനോട് സമൂഹത്തിനുള്ള ആറ്റിറ്റ്യൂഡിൽ തന്നെ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പബ്ലിക് അവയർനെസ് ക്യാമ്പയിനും അവർ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു. The essay said that the states must construct special public toilets and departments to look into the special medical issues. അവരുടെ സ്പെഷ്യൽ നീഡ്സിനൊക്കെ വേണ്ടിയിട്ട് പബ്ലിക് ടോയ്ലറ്റൊക്കെ ഉണ്ടാക്കാനും അതിനൊക്കെ എല്ലാ സംസ്ഥാനങ്ങളോടും ആരാവശ്യപ്പെട്ടു? സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. The Supreme Court also added that if a person surgically changes his or her sex, then he or she is entitled to her change sex and cannot be discriminated. ഇപ്പോൾ ഏതെങ്കിലും ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ അവർ സർജറി നടത്തിയിട്ട് അവരുടെ സെക്സ് മാറ്റുകയാണെങ്കിൽ അവർ അവർ ചേഞ്ച് ചെയ്ത സെക്സിൽ തന്നെയാണ് അവർ എൻടൈറ്റിൽ ചെയ്യുന്നത്. അങ്ങനെയുള്ള വ്യക്തിയെ ഒരു തരത്തിലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നും സുപ്രീം കോടതി അന്ന് 2014 പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ദ ഹിന്ദു എന്ന് പറയുന്ന പേപ്പറിൽ അന്ന് വന്ന വാർത്തയിൽ നിന്ന് ഞാൻ അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങളാണ്. It said that Section 377 of IPC is being misused by police and other authorities against them and the social and economic condition is far from satisfactory. അതുകൂടാതെ IPC 377 സെക്ഷന് പോലീസ് പലപ്പോഴും മിസ്യൂസ് ചെയ്യുന്നുണ്ട്, പലപ്പോഴും ട്രാൻസ്ജെൻഡേഴ്സിനെതിരായിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന കാര്യവും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. The bench clarified that its verdict pertains only to eunuchs and not other section of society like gay, lesbian, bisexuals who are also considered under the umbrella term transgender. ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പം ആ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വേർഡ് തന്നെ ഒരു അംബ്രല ടേമാണ്. അതിലൊരുപാട് ആൾക്കാർ വരുന്നുണ്ട്. LGBTQI എന്നാണല്ലോ പറയുന്നത്. അന്നേരം ഗേയ്സും ലെസ്ബിയൻസും ബൈസെക്ഷൽസും ഒക്കെ ഉള്ള ടേമാണ് ട്രാൻസ്ജെൻഡർ. പക്ഷെ എന്നാലും ഈ 2014 ഏപ്രിൽ 15 പറയുന്ന ആ ഒരു വേർഡിക്റ്റ് പ്രകാരം ഇതിൽ യൂണിക്സിന് മാത്രമേ അവർ പറയുന്നുള്ളൂ. യൂണിക്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസ് വിമൻ ആണ്. ട്രാൻസ് വിമൻ എന്ന് പറയുമ്പം ട്രാൻസ്ജെൻഡർ വിമൻ ആണ്. അവരെ ഹിജ്റാസ് എന്നാണ് വിളിക്കാറുള്ളത്. അന്നേരം ജുഡീഷ്യറി, അതായത് കോടതി ആയാലും സ്റ്റേറ്റ് പോളിസീസിലും മീഡിയയിലും ഒക്കെ ട്രാൻസ് വിമനെ വിളിക്കുന്ന പേരാണ്, ഹിജ്റാസിനെ വിളിക്കുന്ന പേരാണ് യൂനെക്സ്. അങ്ങനെ യൂനെക്സിനെ പറ്റിയിട്ടാണ് ഈ വേർഡിക്റ്റ് അഡ്രസ് ചെയ്യുന്നത്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. So let's be back to the page number 62. I hope you understood this paragraph. Once again ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. 2014 ഏപ്രിൽ 15 സുപ്രീം കോടതി വേർഡിക്റ്റ് പ്രകാരം ട്രാൻസ്ജെൻഡേഴ്സിന് അവരുടെ ലീഗൽ ജെൻഡർ മാർക്കേഴ്സ് മാറ്റുന്നതിനായിട്ട് സർജറിയും മറ്റു ഹോർമോണൽ ഇൻ്റർവെൻഷൻ്റെ ആവശ്യമില്ല. പക്ഷെ എന്നിരുന്നാലും അവർക്ക് ഇപ്പോഴും അവരുടെ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സിൽ അവരുടെ ജെൻഡർ മാറ്റണമെങ്കിൽ മെയിൽ ഫീമെയിലിന് പണ്ട് സ്കൂൾ സർട്ടിഫിക്കറ്റിൽ കൊടുത്ത ആ കാര്യങ്ങൾ മാറ്റി ട്രാൻസ്ജെൻഡേഴ്സിനാക്കി മാറ്റണമെങ്കിൽ ഇന്നും സർജറി നടത്തേണ്ട അവസ്ഥയാണ് ഉള്ളത്. അന്നേരം ഇങ്ങനെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് തടസ്സങ്ങൾ ഉണ്ടാവുന്നതൊക്കെ തന്നെ അവരുടെ സിറ്റിസൺഷിപ്പ് റൈറ്റ്സ് കംപ്ലീറ്റ് ഡിനൈ ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അതുപോലത്തെ ഗവൺമെൻറ്റിൻ്റെ അടുക്കൽ നിന്നുള്ള ആനുകൂല്യങ്ങളെല്ലാം ഒന്നും അവർക്ക് കിട്ടുന്നില്ല. Moving on to next. So if you finish reading this paragraph, you can write the answer for textual question number 14 in page 66 in your notebook. And you can also attend the essay on social democracy cannot be achieved unless the marginalized receive full citizenship rights. And you have to write essay in 200 to 250 words. Moving on to next paragraph. Trans women or hijras are often referred to as eunuch
by state policies, judiciary, and media. The word eunuch find mention in the Hyderabad Eunuchs Act, which is based on the Criminal Tribes Act Amendment of 1871. The British in 1871 included eunuchs among other tribes, castes, and social groups considered criminal at birth. In 2005, the central government introduced an E category in passport application forms where E stood for eunuch. There were protests from the trans community at the use of the word, and it was later revoked. The linguistic violence or erasure runs deep. It is symptomatic of and leads to further structural exclusions or violence against our communities. So in this paragraph, you can see the word eunuch. So who are eunuch? Eunuch are trans women or hijras. And this word eunuch is used by the state policies or judiciary and media in order to refer to trans women or hijras. And this word finds mention in the Hyderabad Eunuchs Act, which is based on the Criminal Tribes Act Amendment of 1871. 1871 Criminal Tribes Act അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആക്റ്റാണ് ദ ഹൈദരാബാദ് യൂണിക്സ് ആക്ട്. ഇതിലാണ് ആദ്യമായിട്ട് യൂണിക് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തത്. അതായത് ബ്രിട്ടീഷുകാരെ ഇന്ത്യ ഭരിക്കുന്ന സമയത്താണ് ഈ ഒരു ആക്ട് പാസ്സായത്. The British in 1871 included eunuchs among other tribes, castes, social groups considered criminal at birth. ജന്മം കൊണ്ട് തന്നെ ജന്മനാ ക്രിമിനൽസായി കണക്കാക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഉണ്ടായിരുന്നു. അതായത് ജന്മനാ ക്രിമിനൽസായിട്ട് ബ്രിട്ടീഷുകാർ കണക്കാക്കിയിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതായത് ചില സോഷ്യൽ ഗ്രൂപ്പിലെ ആൾക്കാർ, ചില കാസ്റ്റിൽ ജനിച്ച ആൾക്കാർ, ചില ട്രൈബൽ പീപ്പിൾ, അവരുടെ കൂട്ടത്തിലെ ഒരു ഗ്രൂപ്പാണ് യൂനക്. 2005 സെൻട്രൽ ഗവൺമെൻറ്, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പാസ്പോർട്ട് ആപ്ലിക്കേഷൻ ഫോമിൽ ഈ കാറ്റഗറി എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ കാറ്റഗറി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. ഈ കാറ്റഗറിയുടെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈൻ്റെ മീനിങ് യൂനിക് ആണ്. യൂനിക് എന്ന് പറഞ്ഞാൽ ആരാ? ട്രാൻസ് വിമൻ ഓർ ഹിജ്രാസ്. അന്നേരം ഗവൺമെൻറ് ഇങ്ങനത്തെ ഒരു പുതിയൊരു കാറ്റഗറി ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഈ ഒരു വേർഡ് യൂനിക് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നതിനെതിരെയായിട്ട് പല ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ പല ആൾക്കാരെടുക്കുന്നു നല്ല പ്രതിഷേധം, നല്ല പ്രൊട്ടസ്റ്റ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നു. അതായത് ഇത് ലിംഗ്വിസ്റ്റിക് വയലൻസിന് ഒരു നല്ല എക്സാമ്പിളാണ്. ഈ യൂനിക് എന്ന് പറയുന്ന വേർഡ് അവരെ വിളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ലിംഗ്വിസ്റ്റിക് വയലൻസിൻ്റെ ഭാഷയിൽ പോലും ലാംഗ്വേജിൽ പോലും ട്രാൻസ്ജെൻഡേഴ്സിനോട് മോശമായിട്ടാണ് പെരുമാറുന്നത്. അവരോട് വയലൻസ് കാണിക്കുന്നതിന്, ലാംഗ്വേജിൽ പോലും അവരോട് വയലൻസ് കാണിക്കുന്നതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് യൂനിക് എന്ന് പറയുന്ന വേർഡ് ഗവൺമെൻറ് പോലും അവർക്കെതിരെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് കാലങ്ങളായിട്ടുള്ള ലാംഗ്വേജിൽ പോലും അവർ വയലൻസ് അനുഭവിക്കുന്നുണ്ട്. അതാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് 1871 ക്രിമിനൽ ട്രൈബ്സ് ആക്ട് അമെൻമെൻറ്റിൽ പോലും ദ ഹൈദരാബാദ് യൂണിക്സ് ആക്ട് എന്ന പേരിലാണ് ആ ഒരു ആക്ട് വരെ വന്നിട്ടുള്ളത്. അതായത് ഒരുപാട് കാലമായിട്ട് ഈ ഇറേഷ്യർ നല്ല ഡീപ്പായി റൺ ചെയ്യുന്നുണ്ട്. അതായത് ഒരുപാട് കാലമായിട്ട് ലിംഗ്വിസ്റ്റിക് വയലൻസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുള്ള സ്ട്രക്ചറൽ എക്സ്ക്ലൂഷൻ, സ്ട്രക്ചറൽ വയലൻസ് അഗെയിൻസ്റ്റ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പം ഇപ്പം ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്സും അതിന് കൂടെ തന്നെ ഈ ലാംഗ്വേജിൽ വരുന്ന വയലൻസും കൂടിയിട്ടാണ് സ്ട്രക്ചറൽ എക്സ്ക്ലൂഷൻ ഓർ സ്ട്രക്ചറൽ വയലൻസ് അഗെയിൻസ്റ്റ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് പാരഗ്രാഫ്. Structurally, trans people face exclusions in language, history, writing, medical care, housing, employment, legal system, and education. When the exclusions are so grave, indeed the very act of living is a revolutionary one. I believe that when the lower caste trans women engaged in street-based labor receives full citizenship rights under a welfare state without discrimination,
the struggle for social democracy and justice would have made a serious headway. Currently, the issues of trans people are yet to be taken seriously by groups engaged in transformative democratic struggles. Meanwhile, this many centuries old struggle for the reclamation of human personality continues to inspire many younger trans persons like myself. ഇത് സ്ട്രക്ചറലി ആയിട്ട് നോക്കുമ്പം ട്രാൻസ് പീപ്പിൾ ഒരുപാട് എക്സ്ക്ലൂഷൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ലാംഗ്വേജിൽ അവർ എക്സ്ക്ലൂഡഡ് ആണ്, ചരിത്ര പുസ്തകങ്ങളിൽ അവർ എക്സ്ക്ലൂഡഡ് ആണ്, മെഡിക്കൽ കെയറിലും അവർ എക്സ്ക്ലൂഡഡ് ആണ്, ഹൗസിങ്ങിൽ എക്സ്ക്ലൂഡഡ് ആണ്, എംപ്ലോയ്മെൻറ്റ്, ലീഗൽ സിസ്റ്റം, നിയമവും പോലും അവർക്കെതിരാണ്, വിദ്യാഭ്യാസവും അവർക്ക് എക്സ്ക്ലൂഡഡ് ആണ്. ഇങ്ങനെ ഒരുപാട് മൾട്ടിപ്പിൾ എക്സ്ക്ലൂഷനാണ് അവർ ഫേസ് ചെയ്യുന്നത്. സ്ട്രക്ചറൽ വയലൻസ് ആണ് അവർ ഫേസ് ചെയ്യുന്നത്. ഈ പറയുന്ന എക്സ്ക്ലൂഷൻസൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള എക്സ്ക്ലൂഷൻസ് ആണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഇത്രയധികം എക്സ്ക്ലൂഷൻസ് ഫേസ് ചെയ്യുന്ന, ഇത്രയധികം പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തി സൊസൈറ്റിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ റവല്യൂഷണറി ആയിട്ടുള്ള ഒന്നാണ്, വളരെ വിപ്ലവകരമായ ഒന്നാണ്. സൊസൈറ്റിയിൽ ഏറ്റവും താഴേക്കിടയിൽ ജീവിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ചും സ്ട്രീറ്റ് ബേസ്ഡ് ലേബറൊക്കെ ചെയ്യുന്ന ട്രാൻസ് വിമൺ, ഈ ഹിജ്റാസിനൊക്കെ തന്നെ, ഹിജ്റാസിനെ പോലത്തെ ആൾക്കാർ, ട്രാൻസ് വിമൺ, അവർക്ക് ഫുൾ സിറ്റിസൺഷിപ്പ് റൈറ്റ്സ് കിട്ടുകയാണെങ്കിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റിന് കീഴിൽ, വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? ജനങ്ങളുടെ വെൽഫെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാഷ്ട്രമാണ് വെൽഫെയർ സ്റ്റേറ്റ്. ആ ഒരു വെൽഫെയർ സ്റ്റേറ്റിന് കീഴിൽ ഇവർക്ക് ട്രാൻസ് വിമണൊക്കെ ഫുൾ സിറ്റിസൺഷിപ്പ് റൈറ്റ്സ് കിട്ടുകയാണെങ്കിൽ അവിടെ അവർക്ക് യാതൊരു ഡിസ്ക്രിമിനേഷൻ ഒരിക്കലും ഫേസ് ചെയ്യേണ്ടി വരുന്നില്ലെങ്കിൽ നമുക്ക് പറയാം ആ ഒരു പെർട്ടിക്കുലർ നേഷനിൽ സോഷ്യൽ ഡെമോക്രസിയുടെയും ജസ്റ്റിസിൻ്റെയും സ്ട്രഗിൾ, അവിടെ സോഷ്യൽ ഡെമോക്രസിൻ്റെ ജസ്റ്റിസിൻ്റെ സ്ട്രഗിൾ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് പറയാം. അത്തരത്തിലുള്ള ഒരു രാജ്യത്തിന് നമുക്ക് വേണമെങ്കിൽ ശരിക്കും ട്രൂലി വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയാം. Currently, the issues of trans people are yet to be taken seriously by groups engaged in transformative democratic struggles. In the ഡെമോക്രാറ്റിക് സ്ട്രഗിൾ എൻഗേജ് ചെയ്തിട്ടുള്ള, വളരെ ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തുന്ന പല ഡെമോക്രാറ്റിക് സ്ട്രഗിൾസും നടത്തുന്ന ചില ഗ്രൂപ്പ്സ്, ആ ഗ്രൂപ്പ്സ് ട്രാൻസ് പീപ്പിളിൻ്റെ പല ഇഷ്യൂസും സീരിയസ് ആയിട്ട് എടുക്കുന്നത് വളരെ നല്ലതായിട്ട് നമുക്ക് കാണാം. അവരെന്തായാലും ട്രാൻസ് പീപ്പിളിൻ്റെ ഈ ഇഷ്യൂസ് അവർ സീരിയസ്ലി ആയിട്ട് ഏറ്റെടുത്ത് അതിനു വേണ്ടി പ്രവർത്തിച്ചാൽ അത് വളരെ നല്ലതായിരിക്കും. എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്ന കാര്യം, സോഷ്യൽ ഡെമോക്രസി ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്ന കാര്യം ശരിയായ രീതിയിൽ നടപ്പിലാവുകയുള്ളൂ. Meanwhile, this many centuries old struggle for the reclamation of human personality continues to inspire many younger trans persons like myself. ഈ ഒരു ലാസ്റ്റ് ലൈനോട് കൂടിയിട്ടാണ് ഓഥറായ G.M.N. സെമ്മലാർ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുന്നത്. അന്നേരം സെമ്മലാറിനെ പോലെ ഒരുപാട് യങ്ങർ ട്രാൻസ് പേഴ്സൺസിനെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി ഒരുപാട് നൂറ്റാണ്ടുകളോളം നീളുന്ന ഒരു സ്ട്രഗിളാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഹ്യൂമൻ പേഴ്സണാലിറ്റി റിക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് നൂറ്റാണ്ടുകളായിട്ടുള്ള സ്ട്രഗിളാണ്. അന്നേരം അത് ഇപ്പോഴും ഇവരെ പോലത്തെ യങ്ങർ ജനറേഷനിലെ ആൾക്കാരെയും ഇൻസ്പയർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഹ്യൂമൻ പേഴ്സണാലിറ്റിയുടെ റിക്ലമേഷൻ എന്ന് പറയുന്ന ഈ വേർഡും ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ B.R. അംബേദ്കറിൻ്റെ ഒരു കോട്ട് ഇവിടെ യൂസ് ചെയ്തിരുന്നു. For ours is a battle not for wealth or for power. It's a battle for freedom. It is a battle for the reclamation of the human personality. ഇതിൽ ഹ്യൂമൻ പേഴ്സണാലിറ്റിയുടെ റിക്ലമേഷന് വേണ്ടിയിട്ടാണ് ബാറ്റിൽ എന്ന് ഡോക്ടർ B.R. അംബേദ്കർ പറഞ്ഞ കോട്ടാണ്
ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നത്. അന്നേരം ആ ഒരു റിക്ലമേഷൻ ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി ആയിട്ട് റീകണക്ട് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ഒരു ലൈൻ വെച്ചിട്ടാണ് ഈ ചാപ്റ്റർ എൻഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദ ചാപ്റ്റർ. അന്നേരം ഈ ചാപ്റ്ററിൻ്റെ ടോട്ടൽ സമ്മറി ഒരു നട്ട്ഷെല്ലിൽ പറഞ്ഞതാണ് ഈ ലാസ്റ്റ് പാരഗ്രാഫ്. So let's revise. So what are the exclusions faced by transgender people? എന്താണ് ഈ സ്ട്രക്ചറൽ വയലൻസിൽ എന്തൊക്കെയാണ് എക്സ്ക്ലൂഷൻസ് അവർ ഫേസ് ചെയ്യുന്നത്? ഒന്നാമത്തേൽ നിങ്ങൾക്ക് നോക്കാം, ഇതിൽ പിക്ചേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം. എഡ്യൂക്കേഷൻ, ഹിസ്റ്ററി റൈറ്റിംഗ്, ഹൗസിംഗ്, ലീഗൽ, and this health care, employment opportunities, education, ഇതിലെല്ലാം തന്നെ എക്സ്ക്ലൂഷൻ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു ഫിനിഷ് ദിസ് ചാപ്റ്റർ you can attend all the questions in your textbook, find out the answer and write it in your notebook. Thank you. Stay at home, stay safe. Don't forget to read your text. Bye bye.